നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സിറിഞ്ചുകൾ മാറ്റുന്നത് പാഴ്ചിലവാണെന്ന കണക്കുകൂട്ടലിൽ ഉപയോഗിച്ച സിറിഞ്ച് വീണ്ടും ഉപയോഗിച്ചതിലൂടെ HIV പകർന്നത് 900 കുട്ടികൾക്കാണ്. പാകിസ്ഥാനിലെ ഒരു നഗരത്തിലാണ് സംഭവം അരങ്ങേറിയിരിക്കുന്നത്. അണുബാധിതമായ സിറിഞ്ചുകൾ ഡോക്ടർ വീണ്ടും ഉപയോഗിച്ചതാണ് ഇത്രയും കുട്ടികൾ അസുഖബാധിതരാവാൻ കാരണമായി ഉയർത്തിക്കാട്ടുന്നത്. വാർത്തയിലേക്ക്. പാകിസ്ഥാനിലെ ഡോക്ടറുടെ അശ്രദ്ധ മൂലം എയ്ഡ്സ് രോഗബാധിതരായത് 900-ലധികം കുട്ടികൾക്കാണ്. 1200-ഓളം പേർക്ക് ഈ ഡോക്ടറുടെ പിഴവ് മൂലം HIV ബാധിച്ചെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ബാധിതരായവരിൽ 900 പേരും കുട്ടികളാണ്. അതേസമയം താൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുറ്റാരോപിതനായ ഡോക്ടർ മുസാഫിർ ഖാംഗ്രോ എന്നയാൾ. ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. സിന്ധ് പ്രവിശ്യയിലെ വസായോ ഗ്രാമത്തിലാണ് എയ്ഡ്സ് പകർച്ചവ്യാധി പോലെ പടർന്നിരിക്കുന്നത്. ഇവിടെ പീഡിയാട്രീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു ഡോക്ടർ മുസാഫിർ. ഇയാൾ പ്രദേശത്തെ ക്രിമിനലുകളുമായി അടുത്ത ബന്ധമുള്ളതാണെന്നും ആരോപണം ഉയരുന്നുണ്ട്. HIV ബാധ പടർന്നതായി വാർത്തകൾ പുറത്തു വന്നതോടെ പരിശോധനയ്ക്കായി ദിനംപ്രതി 100 കണക്കിന് മാതാപിതാക്കളാണ് കുട്ടികളുമായി വസായോയിലെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 5 കുട്ടികൾ രോഗബാധിതരായതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ 6 ലക്ഷത്തോളം വ്യാജ ഡോക്ടർമാർ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് യുണൈറ്റഡ് നേഷൻസ് പ്രോഗ്രാം ഓൺ എയ്ഡ്സ് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത്. ഇതിൽ തന്നെ 27,000-ലേറെ പേർ സിന്ധ് പ്രവിശ്യയിലാണുള്ളത്. പണം ലഭിക്കാൻ വേണ്ടി ഒരേ സിറിഞ്ച് നിരവധി രോഗികൾ ഉപയോഗിക്കുന്നതാണ് HIV ബാധ ഇതുപോലെ വർദ്ധിച്ചു വരാൻ കാരണമെന്ന് സിന്ധ് എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം മാനേജർ സിക്കന്ദർ മേമൻ പറഞ്ഞത്. മയക്കുമരുന്ന് ഉപയോഗവും ലൈംഗിക വ്യാപാരവും വൻതോതിൽ വർദ്ധിച്ചതോടെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടെ പാകിസ്ഥാനിൽ എയ്ഡ്സ് രോഗം വ്യാപകമായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2017-ൽ മാത്രം 20,000-ലേറെ പേർ രോഗബാധിതരായതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. HIV നിരക്ക് ഏറ്റവും കൂടിയ രണ്ടാമത്തെ ഏഷ്യൻ രാജ്യമായാണ് ഇപ്പോൾ പാകിസ്ഥാൻ നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.